സോ ഗൈസ്, അപ്പോൾ ഈ പ്രാവശ്യം ബസ് ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ബസ് ക്യാബിൻ്റെ ഭാഗം ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ സെറ്റാക്കി എന്നാൽ പുട്ടിയൊക്കെ ഇട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഓരോന്നേ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം, ഓരോരോ കാര്യങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക വെക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ ക്യാബിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് ഗ്ലാസിൻ്റെ ഈ ഭാഗത്തായിട്ട് മിസ്റ്റേക്കുകൾ കുറച്ച് പറ്റിയിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ സൈഡൊക്കെ ആകെ കുളമായിട്ടിരിക്കണേ. ഇപ്പോൾ ആകെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഹെഡ് ലൈറ്റിൻ്റെ ഭാഗം ഒരുവിധം എന്താ പുട്ടി വെച്ച് ഉരച്ചൊരച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടലൊക്കെ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടി പുട്ടിയിട്ടിട്ട് ഒന്നുകൂടി റൗണ്ട് ചെയ്ത് ഒരുവിധം ക്ലിയർ ആക്കി കൊടുത്ത്. പിന്നെ ഈ ഈ ലൈൻ ഇട്ടേക്കുന്ന ഭാഗത്തുകൂടി പുട്ടിയിടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനാണ് ഈ കൊടുത്തേക്കണം. ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടേക്കണം എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പണിയണം. ഇവിടെ അത് തന്നെ ഇവിടെ ഒരുവിധം കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടി ഒന്ന് പൊട്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടി പണിയുണ്ട്. പിന്നെ ഈ പൊക്കത്തായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്തേക്കണം ഗ്ലാസിൻ്റെ ഫ്രെയിം ഒന്നും ഇറങ്ങിപ്പോയി കുറച്ച്. അതാണ് ഏറ്റവും വലിയ പണിയായിപ്പോയത്. ഇപ്പോൾ കയറിയ സാധാരണ ബസ്സിലൊക്കെ കറക്റ്റായിട്ട് വരാതെ പിന്നെ ഇതാ ഇപ്പോൾ അത് അതിൻ്റെ അകത്തൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കണേ, അടക്കാനും തുറക്കാനും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ സ്റ്റക്കായിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഊരിയാൽ മൊത്തം ഒടിയും. അതുകൊണ്ട് ഞാൻ ഒന്നും തുറന്നില്ല. അപ്പോൾ ഇപ്പം ഡോറിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഡോറിൻ്റെ ആക്ഷൻ ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല. പക്ഷേ സ്റ്റെക്കായിട്ട് ഇങ്ങനെ വലിക്കുമെന്നും അടിയിൽ നിന്നുള്ള സ്റ്റെപ്പ് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ടിരിക്കണം. ഇപ്പോൾ വെച്ചേക്കണ എല്ലാം തെറ്റാണ്. ഡോറിൻ്റെ ആകെ ആക്ഷനൊക്കെ കൊടുത്തേക്കണ തെറ്റാണ്. ആകെ ഞാൻ ഒരു തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തേക്കണ ഡോറാണിത്. അപ്പോൾ ഞാൻ ഇനി ഡോറിൻ്റെ എന്തെങ്കിലും അഴിച്ച് പുതിയ ഡോർ സെറ്റ് ചെയ്യണം, അല്ലാതെ നടക്കില്ല. പിന്നെ ബസ്സിൻ്റെ ആക്ഷൻ ഇതുവരെ പോകുന്നില്ല. നല്ല അടിപൊളി ആക്ഷനാണ് ഇതിൻ്റെ. നല്ല സസ്പെൻഷൻ ഫുള്ള് നല്ല ക്ലിയർ സസ്പെൻഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് താഴും. അങ്ങനെ ഉള്ളിൽ ബസ്സിൻ്റെ അടിയിൽ ഒരു സ്പ്രിങ്ങിൻ്റെ വർക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബസ്സിൻ്റെ കറക്റ്റ് ആക്ഷൻ കിട്ടാനായിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു സ്പ്രിങ്ങാണത്. പിന്നെ നമ്മുടെ ബസ്സിന് വെയിറ്റ് താങ്ങുമ്പോഴൊക്കെ ഓടാനും സഹായിക്കും അത്. ഇപ്പോൾ താങ്ങണമെങ്കിൽ അധികം വെയിറ്റ് താങ്ങണമെങ്കിൽ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഈ സൈഡിൽ പുട്ടിയിട്ട് റെഡിയാക്കണം. പിന്നെ അപ്പുറത്തെ സൈഡിലും പുട്ടിയിട്ട് റെഡിയാക്കണം. പിന്നെ ഇത് മാറ്റണം. ഇത് ആകെ അലങ്കോലമായിട്ട് ഇരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അകത്തേക്ക് വേറൊരു രീതിയൊക്കെ വെക്കാൻ വെച്ച്. പിന്നെ ഗ്ലാസ് പണ്ടത്തെ ഗ്ലാസ്സാണിത്. കുറച്ച് നാൾക്ക് മുമ്പ് ഇരുന്നിട്ട് അതിപ്പോൾ തീറ്റയിൽ പോയി. കുറച്ച് ഇതിന് മുമ്പ് ഞാൻ പുതിയ ഗ്ലാസ് ഉണ്ടാക്കുന്ന മുമ്പ് ഇരിക്കണം ഗ്ലാസ് ഇത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആകെ ഇത് ചളവ് കൊണ്ട് ഇത് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ പശ വെച്ച് ഒട്ടിച്ച് പോയി. ഫെവിക്വിക്ക് വെച്ച് നന്നായിട്ട് ഒട്ടി ഇരിക്കണേ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ആകെ പിന്നെ പൊക്കത്തു നിന്നൊക്കെ കീറി വന്ന്, അതുകൊണ്ട് ആകെ ചളവായിരിക്കണം. അതുകൊണ്ട് ഇനി ഇത് ഗ്ലാസ് മാറ്റാതെ ഇനി നടക്കില്ല. ഇനി ഗ്ലാസ്സൊക്കെ മാറ്റി ഇതിൻ്റെ ഇടയിലൊക്കെ കാണാം ഫുള്ള് ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ ആകെ പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. പിന്നെ പണിയാണ്. പിന്നെ എടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ അത്. എടുത്താൽ പിന്നെ പൊട്ടൊന്ന് എനിക്കൊരു സംശയമുണ്ട്. വല്ല പൊട്ടൽ കാര്യങ്ങൾ വന്നാൽ പണി കിട്ടും. പിന്നെ ഇത് ഉള്ളിലേക്ക് ഇതുണ്ടാവും. ഇവിടെ പാടും വന്ന് മറ്റേ മടക്കി നമ്മൾ മടക്കി കയറ്റില്ല, പാടും വന്ന്. എനിക്ക് ഗ്ലാസ് ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഒരു വിഷയമായി പോയത്. ഗ്ലാസ് ബാക്കിൽ അടിപൊളിയായിട്ട് ഗ്ലാസ് വെച്ച്, പിന്നെ അത് വെറുതെ വെക്കാന്നുള്ളല്ലോ ബാക്കിൽ. അപ്പോൾ ഈ ഗ്ലാസ് ഊരാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് എന്തായാലും കുറച്ച് വലിയ ടൈറ്റായിട്ടൊക്കെ ഒരുവിധം വലിച്ചെടുക്കേണ്ടി വന്നു. പതുക്കെ ഒരുവിധം ഊരി പിന്നെ കുറച്ച് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തിപ്പൊക്കി എടുത്ത് അങ്ങനെ കുറേ പണിയൊക്കെ ചെയ്ത്. ഇനി ഗ്ലാസ് പുതിയത് വെക്കണം. പിന്നെ അതിൻ്റെ കുറച്ച് പണിയുണ്ട്. പിന്നെ ഫ്രെയിം കുറച്ച് ഇറങ്ങിപ്പോയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണിയൊക്കെ കിടപ്പുണ്ട്. ഒരുവിധം സൈഡൊക്കെ ഒന്ന് ക്ലിയറാക്കി പതുക്കെ പറിച്ച് എടുത്തുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ സൈഡൊക്കെ ഞാൻ അകത്തോട്ട് അതിനെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പൊക്കത്ത് കൊടുക്കുമ്പോൾ മടക്കി വെക്കുന്ന രീതിക്കാണ് ഞാൻ ഉദ്ദേശിക്കണം. നേരെ പൊക്കത്തോട്ട് കൊണ്ടുപോയിട്ട് മടക്കിയിട്ട് ഒട്ടിക്കാമെന്ന് വെച്ചാണ് ഉദ്ദേശിച്ചത്. സൈഡിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 4 വശം ഇങ്ങനെ മടക്കി ചെയ്യാമെന്ന് വെച്ചത്. അടിയിൽ മാത്രം ഇങ്ങനെ കുത്തി അടിയിലേക്ക് ഇറക്കി വെച്ച് അങ്ങനെ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റിൻ്റെ. ഇപ്പോൾ അവിടെ ലൈറ്റ് കൊടുക്കാനുള്ള ഹോളൊക്കെ റെഡിയാക്കി ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാം. ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബസ് ഇങ്ങനെ ഇരുന്ന് വെച്ചത് നേരത്തെ ഒരുവിധം അലങ്കോലോട്ട് ഇരുന്ന് വെച്ച് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ആക്സിൽ ഇതാണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഈ ആക്സിൽ. സംഭവം ഫ്രണ്ട് ആക്സിലാണിത് സംഭവം. ഞാൻ ചെയ്തേക്കുന്ന കമ്പിയൊക്കെ അങ്ങനെ വളച്ചിട്ട് വേണം പൊക്കത്തൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ കുറേ വളച്ച് കുത്തി കയറ്റി വെച്ച് അങ്ങനെ വളച്ച് റെഡിയാക്കി എടുത്ത് കമ്പിയൊക്കെ വെച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി. കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന പരിപാടി. നല്ല സ്മൂത്തായിട്ട് ഓടുകയും ചെയ്യും. നമുക്ക് വളക്കാനൊക്കെ പറ്റും. നല്ല കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ബസ്സിൻ്റെ ആക്സിൽ വരെ തോന്നും. അങ്ങനത്തെ ഒരു രീതിയാണ് നമുക്ക്. പിന്നെ ഇതാണ് ഇപ്പോൾ സൈഡിൽ ഇത് കണ്ട ഇത് കയറിപ്പോയി. ഞാൻ ഇപ്പോൾ ചെയ്തേക്കണ കാര്യം ഇപ്പോൾ ഇത്തരം വന്നേക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് കയറിപ്പോയതുകൊണ്ട് കുറച്ച് പണിയാണ്. ഇപ്പോൾ ഇത്രയും വരേണ്ടത്. അപ്പോൾ താഴ്ന്ന് കുറച്ചും കൂടി താഴണം. ഇത്തരം താഴണം. അപ്പോൾ അതിന് വേണ്ടി ഇനി കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ഇത് കട്ട് ചെയ്ത് മാറ്റണം. അത് കുറച്ച് പണിയാണ്. ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ട്
റെഡിയാക്കി എടുക്കാം. പിന്നെ ഇവിടെ 2 കുഞ്ഞ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊന്നും ഒട്ടും കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കി വന്നതേ ഉള്ളൂ. ഒരു ബോഡി സെറ്റ് ചെയ്ത് വെക്കണേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ രീതിയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണത്. ഇപ്പോൾ ഈ സൈഡിലത്തെ സംഭവം കട്ട് ചെയ്ത് കളയുന്ന സീനാണ് ഇപ്പോൾ കാണിക്കണത്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ അതിൻ്റെ ബോഡിക്ക് എന്തെങ്കിലും ചെറിയൊരു മുറിവൊക്കെ വന്നാൽ പണിയാവും. പിന്നെ അതിന് പുട്ടിയിട്ട് ശരിയാക്കണം. പിന്നെ അവിടെ ചില ഒടിവൊക്കെ വന്നാൽ പണിയാവും. ഇനി ബോർഡ് കട്ട് ചെയ്തിട്ട് കയറിപ്പോയാൽ പണിയായി പോകും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തേക്കണം. ഇപ്പം ഞാൻ ചെറിയ ചെറിയ പേസൊക്കെ വെച്ചിട്ട് വെറുതെ ആണ് വെക്കും. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. കൂട്ടി ഒട്ടിച്ചിട്ട് ഒരു ചെറിയൊരു വളയമാരത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിനും റൗണ്ടാക്കി റാമാരൊക്കെ ഒരു സംഭവം ചെയ്ത് കൊടുത്ത് ആർച്ച് വരെ. എന്നിട്ട് അതങ്ങനെ ഒട്ടിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഉരച്ചിട്ട് റെഡിയാക്കുക. അതൊരു ചെറിയൊരു സ്ലോപ്പായിട്ടാണ് ചെയ്യണം. സ്ലോപ്പായിട്ട് ഉരച്ചെടുക്കണം. സ്ലോപ്പാക്കണം. ഇപ്പോൾ മറ്റേ ബോക്സ് ആയിക്കോല്ലേ ഇത് ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണല്ല. അതുകൊണ്ട് അത് സ്ലോപ്പാക്കണം ഒരു സൈഡ്. ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേമാതിരി തന്നെ എല്ലാ സൈഡും ഒരേമാതിരി തന്നെ ക്ലിയർ ആക്കി എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് മാത്രമല്ല ഇനി ആകെയുള്ള പരിപാടി. അപ്പോൾ ആ സൈഡ് ഒന്ന് ക്ലിയർ ആയി കിട്ടിയാൽ അത് സെറ്റായി. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ സസ്പെൻഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അവിടെ മുട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മുട്ടണ ഒരു ചെറിയ സീനാണ്. ഇപ്പോൾ താഴ്ത്തിയപ്പോൾ കുറച്ച് പണിയായിപ്പോയി. ഇപ്പോൾ താഴ്ത്തിയപ്പോൾ ഒരു ഇവിടെ മുട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അധികം താഴണമില്ല. നല്ല ക്ലിയറായിട്ട് സസ്പെൻഷൻ കിട്ടണമില്ല. പക്ഷെ നന്നായിട്ട് സാധാരണ തന്നെ കറക്റ്റ് ബസ്സിൻ്റെ സസ്പെൻഷൻ കിട്ടണ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ വീല് പുതിയത് സെറ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ 2 സംഭവം കളഞ്ഞ്. ഇപ്പോൾ ഞാൻ വെറുതെ ഒട്ടിച്ച് വെച്ചാൽ മാത്രം ഉണ്ടായി. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് 2 ഉണ്ടായി. ഇത് പഴയത്. ഇതാണ് ഇങ്ങനെ ഇരുന്ന് വെച്ചത് പഴയത്. അപ്പോൾ പുതിയത് ഞാൻ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പിടിപ്പിക്കേണ്ടത് പുതിയതായിട്ട് വരുന്നത് വീലിന് വെക്കാനുള്ള സംഭവം. ഇനി ഇത് വന്നിട്ടാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ പുറത്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു ബോർഡ്. ഇത് മരക്കഷ്ണം വെച്ചാൽ ചെയ്തേക്കണം. മരക്കഷ്ണം വെച്ചിട്ട് ഉരച്ച് റെഡിയാക്കി എടുത്തേക്കണം. ഇപ്പോൾ ഫോർക്സ് വെച്ചിട്ട് ഫുള്ളും ചുറ്റിനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചുറ്റിനും ഒരു സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് അതിൻ്റെ ഒന്നും കൂടി വണ്ണം കൂടി കൂട്ടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ക്ലിയറായിട്ട് ഓടിയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ഇരിക്കും. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണാൻ ഭംഗിയും. ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ഒരു വീല് വരെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇതാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിനകത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി ഇത് ബസ്സിൽ വെച്ച് നോക്കാം. ഇതാണ് ബസ്സിൽ വെക്കുമ്പോൾ കാണുന്നത്. ഇപ്പം സാധാ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ വരെ തന്നെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു രസം കാണാൻ ഒരു ഭംഗിയുള്ളത്. ഇപ്പോൾ ഫോണിൽ കൂടി കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നില്ല. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോഴാണ് നമുക്കൊരു ഫീല് കിട്ടണത്. അതിൻ്റെ ഒരു ബസ് കയ്യിലെടുക്കണവരെ തന്നെ ഒരു വലിയൊരു ബസ് ഒരു ചെറിയ ബസ്സാക്കി കയ്യിലെടുക്കണവരെ തന്നെ തോന്നും നമുക്ക്. അങ്ങനത്തെ ഒരു ടൈപ്പ് തോന്നും കേട്ടോ. പക്ഷേ അങ്ങനത്തെ ഒരു ഫീല് തോന്നിക്കത്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ആവില്ല. ഇപ്പോൾ ഇനി ഇത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. അതിന് വേണ്ടി എടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ സ്ക്രൂ ചെയ്തിട്ടില്ല. അതിനകത്ത് സ്ക്രൂ ചെയ്യാനുള്ള ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ക്രൂവിലാണ് ഞാൻ നിർത്തിയേക്കണത് മൊത്തം. ഇനി ഇതിനകത്ത് പുട്ടിയിട്ട് റെഡിയാക്കണം. ഇപ്പോൾ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ആകെ ഇത് തന്നെ വെച്ച പാടുള്ളതുകൊണ്ട് ഇനി എന്താണ് പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉണ്ട്. പിന്നെ തിരിക്കുമ്പോഴൊക്കെ ആക്ഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് തിരിക്കുമ്പോൾ മറ്റേ റീഫില്ല് വെച്ചിട്ട് അതിൻ്റെ റീഫില്ല് മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ കോലായിട്ടുള്ള റീഫില്ല് ഇങ്ങനെ ഹോൾ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് 2 സൈഡിലും വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് വെച്ച് ഇപ്പോൾ പുട്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ആക്സിൽ എന്ന് പറയുമ്പോൾ. ഞാൻ വീഡിയോയിൽ നേരത്തെ വീല് കാണിച്ച വരെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഉണ്ടാക്കണമെങ്കിൽ തന്നെ. വീലിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ആക്സിലിൻ്റെ എന്ന് പറഞ്ഞുതരാം. പിന്നെ നടുക്ക് വരുന്നത് ഒരു മരക്കഷ്ണമാണ്. പിന്നെ പൊക്കത്ത് വരുന്ന 2 കമ്പികളും ചെറിയ ആക്ഷൻ കൊടുക്കാനായിട്ടാണ് അത് ഉപയോഗിക്കാം. പിന്നെ അടിയിലും അതിൻ്റെ തൊട്ടടിയിൽ തന്നെ 2 സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട് ആക്ഷൻ കൊടുക്കാനായിട്ട്. താഴെയും പൊങ്ങാനും നന്നായിട്ട് സഹായിക്കും. പിന്നെ നടുക്ക് റീഫില്ലിൻ്റെ നടുക്കൊരു സ്ക്രൂ വെച്ചിട്ടുണ്ട്. അത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണത്. ഒരു ആക്ഷൻ കിട്ടാനായിട്ടാണ് ആ സ്ക്രൂ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആക്സിലിൻ്റെ പരിപാടി. പിന്നെ ഞാൻ ഇപ്പോൾ ഗ്ലാസിൻ്റെ ഈ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ബസ്സിൻ്റെ ഈ സൈഡ് എനിക്ക് ആകെ ഒരുവിധം തോന്നിയ കട്ട് ചെയ്ത് കളയാനായിട്ട്
തോന്നില്ലെന്നപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അത്രയും ഒന്ന് ചെയ്ത് ഒരുവിധം റെഡിയാക്കി എടുക്കണം. ഇനി അടുത്ത പരിപാടിയുള്ള ഇനി ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇത് പൊട്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡിലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സൈഡിലത്തെ കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയൊരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മറ്റേ ഗ്ലാസ് വെക്കാനായിട്ടൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് ആ ചെറിയൊരു ഇതിട്ടേക്കണം. പിന്നെ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൈൻമാരെ ഇത് കട്ട് ചെയ്തിട്ട് വെച്ചേക്കണേ ഫുള്ള്. അതേമാതിരി അപ്പുറത്തും ചെയ്യണം. അതേമാതിരി അപ്പോൾ ഇത് ഫുള്ള് ഇത്ര അറ്റത്തും ഈ അറ്റം വരെയും ക്ലിയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ പൊക്കത്തെ പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പൊക്കത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസ് ഇങ്ങനെ വെക്കാനായിട്ടാണ്. ഗ്ലാസ് വെക്കാനായിട്ടൊരു സംഭവം സെറ്റ് ചെയ്തെടുത്തിങ്ങനെ. നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഒരു ഇതെന്താ ഇപ്പോൾ ഇതേമാതിരി ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയൊരു പീസുകളൊക്കെ ഇതേമാതിരി കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പീസുകളൊക്കെ എന്താ പൊക്കത്ത് രണ്ടാമത്തെ ലെയറിൽ ഇരിക്കണം ചെറിയൊരു പീസുകൾ. അപ്പോൾ അതേമാതിരി ഇപ്പുറത്തും ചെയ്യണം. പിന്നെ അത്രയൊക്കെയുള്ളൂ ഈ സൈഡിലത്തെ പരിപാടികൾ. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗ്ലാസ് ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം. അത് സമയം എടുക്കണം. ഇനി ഇതിനകത്ത് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടാണ് ഗ്ലാസ് ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ പൊട്ടിയിട്ട് റെഡിയാക്കി എടുത്ത് അങ്ങനെ ഇരിക്കണം ബസ്. ഇപ്പോൾ ഞാൻ എന്താ ഇത് കട്ട് ചെയ്യണ കുറച്ച് വീഡിയോകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പകരം ഇപ്പോൾ കാണിച്ചിട്ട് അപ്പോൾ ഇത് സൈഡിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എന്താണ് ചെറിയൊരു സ്ക്വയറായിട്ടൊരു ഇത് വരെ ചെറിയൊരു വെട്ടായിട്ടൊരു കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ രണ്ട് സൈഡിൽ അത് അപ്പുറം ഇപ്പുറമായിട്ട് അടിയിലും പൊക്കത്തായിട്ടും അതേമാതിരി ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണേ അത്. പിന്നെ അത് ഇതെന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരിക്കാനായിട്ടാണ്. അതിൻ്റെ ഒരു ഷേപ്പായിട്ട് തന്നെ നേരെ തന്നെ വരാനായിട്ട്. ഇപ്പോൾ വെക്കുമ്പോൾ കാണിച്ചാൽ അത് എന്താണ് ഇങ്ങനെ ഇരിക്കും. വെക്കുമ്പോൾ ഇങ്ങനെ ക്ലിയറാക്കി നടുക്കോട്ട് കയറിയിരിക്കാനായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല ക്ലിയറാക്കി ഇതേമാതിരി നേരെ വരും. അങ്ങനെ അതേമാതിരി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതേമാതിരി എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ള ഒട്ടിച്ച് റെഡിയാക്കി കൂട്ടി ഒട്ടിച്ചേക്കാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ലുക്കൊക്കെ വെച്ച് ബസ്. ഇപ്പോൾ ലുക്കൊക്കെ ഇപ്പോൾ ഒരു വിധം സെറ്റായി. ഇപ്പോൾ ബാക്കൊക്കെ ഞാൻ പൊട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് പൊട്ടിയിട്ട് ഉരച്ച് ഞാൻ ക്ലിയറാക്കി എടുത്ത്. ഇപ്പം ബാക്കിൽ നല്ല ഭംഗി വെച്ച് പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ പൊട്ടിയിട്ടാണ് വരച്ചാണ് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഇനി വേറെ ഒന്നുമില്ല പരിപാടി. ഇനി പെയിൻ്റ് അടിച്ചെടുക്കണം അത്രയൊക്കെ ഉള്ളൂ. ഇനി പുട്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഉരച്ചും കഴിഞ്ഞ് ഇനി ഇവിടെയൊക്കെ വന്ന് പൊട്ടിയിട്ട് റെഡിയാക്കണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വ്യൂകൾ. ഇപ്പോൾ നേരത്തെ ഗ്ലാസ്സാണ് ഈ കാണുന്നത്. ഇപ്പോൾ അല്ല രണ്ടാമത് വെച്ച ഗ്ലാസ്സാണിത്. രണ്ടാമത്തെ നേരത്തെ കീറിപ്പോയതില്ലേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഗ്ലാസ് എടുത്ത് ഇതേമാതിരി സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടാണ് ഈ കാണിക്കുന്നത് വീഡിയോ ഒക്കെ. ഇപ്പോൾ അതിൻ്റെ എന്താണ് ഒരുവിധം സെറ്റ് ചെയ്ത് പൊട്ടി ഇട്ടിട്ട് ഉരച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണ സീനാണ്. ഇപ്പോൾ ഒരുവിധം ഉണങ്ങിയിട്ട് ഉരച്ച് റെഡിയാക്കി എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം. ഇപ്പോൾ കാണിക്കുന്ന ഗ്ലാസ് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണം. ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ കാണുന്നൊരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ, സ്ക്രീൻ്റെ ഉള്ളിൽ കാണുന്നൊരു ഗ്ലാസ്സാണിത്. അപ്പോൾ അത് ചൂടാക്കി മടക്കി വളച്ചെടുത്തേക്കണേ കാണണം. അതാണ് ഇങ്ങനെ ഇരിക്കണം. അല്ലാതെ ഒന്നും ചൂടാക്കിയില്ലെങ്കിൽ നമുക്ക് വളക്കാൻ നോക്കി ഒടിഞ്ഞു പോകും. അത്ര സാധാ ഗ്ലാസ് പറയണത്. ഇപ്പോൾ ചൂടാക്കി വളച്ച് ക്ലിയർ ആക്കി എടുത്തേക്കണേ കാണണം. അങ്ങനെ ഞാനിപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുവിധം. ഇപ്പോൾ വളക്കണ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റില്ല. നേരത്ത് വീഡിയോ എടുക്കാനും പറ്റത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ കുറേ ഗ്ലാസ് ഞാൻ ഇതേമാതിരി കട്ട് ചെയ്ത് പൊട്ടി പോവുകയും ചെയ്ത് കൊണ്ടേ കളയുകയും ചെയ്തു. ഇപ്പോൾ 10-10ാമത്തെ കണ്ട് ഗ്ലാസ്സാണ് തോന്നിയിരിക്കണം ഉണ്ടാക്കിയെടുത്ത്. കുറേ ഗ്ലാസ് ഇതേമാതിരി ഞാൻ വളച്ച് പൊട്ടിച്ചാൽ കുറേ. ഇപ്പോൾ ഞാൻ നെയിമിൻ്റെ ഭാഗമാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പൊട്ടിയിട്ട് വന്നിട്ട് നെയിം നോക്കുമ്പോൾ അറിയാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചു. ഇപ്പോൾ അറിയാത്ത ലെവലിൽ എന്തെങ്കിലും പൊട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തിട്ട് വേണം നെയിം അടിക്കാൻ. അല്ലെങ്കിൽ നെയിം തിറങ്ങില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഉള്ളിൽ നിന്ന് വല്ല ഇനി ലൈറ്റ് വെക്കണമെങ്കിൽ അതൊരു പ്രശ്നവും. ഇപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ഇതേമാതിരി കുഴിഞ്ഞായിട്ടിരിക്കണം. ഇവിടെ സൈഡൊക്കെ ആകെ ചളവിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഗ്ലാസ് വെക്കാൻ അറിയില്ലാത്ത ഒരു വിഷയമായി പോയി. അതാണ് ഗ്ലാസ് മാത്രം സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. ബാക്കി ബോഡി എന്ത് പറ്റിയാലും റെഡിയാക്കി എടുക്കാൻ എനിക്കറിയാം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. വേണ്ട ഇതിവിടെ വേണ്ട ഒരു സൈഡ് തന്നെ ഒരു ഇത്രയും തന്നെ ഒരു നഖത്തിൻ്റെ പാതി വരെ ഉണ്ടാവും. വേണ്ട നഖത്തിൻ്റെ പാതി തന്നെ അത്രയും ഗ്യാപ്പാണ് അവിടെ നിൽക്കണം. അതൊരു വിഷയം. അങ്ങനെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രില്ലൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റൗണ്ടാക്കി ക്ലിയറാക്കി എടുക്കണം. ഇതേമാതിരി ഒന്ന് ക്ലിയറാക്കി റൗണ്ടാക്കി എടുക്കണം. ഇവിടെ ഒരു ചെറിയൊരു ഇതായിപ്പോയി, നേരെയായിപ്പോയി. പിന്നെ ഇവിടെ ഒന്ന് ക്ലിയറാക്കി ഇവിടെ പുട്ടിയിടണം. പുട്ടിയിടാനായിട്ടുള്ള ലൈൻ ഇട്ട് വെച്ച് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേമാതിരി ചെയ്യണം. ഇനിയുള്ളത് ഒരുവിധം റെഡിയാക്കി എടുക്കണം. അതേമാതിരി ഇനി പെയിൻ്റ് അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ചെടുക്കണം. ഒന്നും കൂടി പുട്ടിയിടണം. അല്ലാതെ നടക്കില്ല. അപ്പോൾ ഒന്നും കൂടി പുട്ടിയിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. പുട്ടിയൊക്കെ കിടപ്പുണ്ട്. പുട്ടിയുടെ പെയിൻ്റ് വരത്തെ സംഭവമാണ്. അപ്പോൾ അതൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് വെച്ച് കളയണം. പിന്നെ ഈ ഗ്രില്ലൊന്ന് രണ്ടാമതൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അത് അതിൻ്റെ പുറത്ത് ഒരു ലെയറും കൂടി വരും, ചെറിയൊരു ലെയറും കൂടി വരും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ വർക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഡോറ് നമുക്ക് മാറ്റണം. അത് എന്തായാലും അത് ഉറപ്പായിട്ട് മാറ്റണം. ആകെ ചളവുകളായിട്ടിരിക്കണം. ഇപ്പോൾ സ്റ്റെപ്പ് വരുന്നില്ലല്ലോ, അതുകൊണ്ട് മാറ്റണം. അതിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്.
അതിൻ്റെ മാറ്റണ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ കാര്യങ്ങളൊക്കെ സാധാരണ എടുക്കുന്നുണ്ട്. പക്ഷേ അടയുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സസ്പെൻഷനൊക്കെ സാധാരണ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. പിന്നെ ഈ സൈഡിലത്തെ ആക്ഷൻ ഇങ്ങനെ ടയർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വരുന്നില്ല, ടയർ അതിൻ്റെ കൂടെ പൊങ്ങി വരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ ഒന്നുമില്ല, അതിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ക്ലിയറായിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ടയറിനും പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്ത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയറിനും ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിച്ചൊക്കെ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇതൊക്കെ ഈ സൈഡൊക്കെ ഒന്ന് പൂട്ടിയിട്ടൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ ഈ സൈഡൊക്കെ മൂടിക്കണം, ഇതൊക്കെ ഞാൻ കളയണം. ഇനി കളഞ്ഞാലേ നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിയറിങ് ഞാൻ ഒരു എന്താണ് റീഫില്ലറിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു നടുക്ക് മരക്കഷ്ണം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ സീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റണ സീറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്നാലും ഒരുവിധം സീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ് ബോർഡിൽ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുത്തി കയറ്റി ഇങ്ങനെ വെക്കണം. ഇനി ബസ്സിൻ്റെ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് പെയിൻറ്റ് വാങ്ങിച്ച് ഇപ്പോൾ അടിക്കാനായിട്ട് ബ്രഷും സെറ്റ് ചെയ്ത് ഇനി ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. ഇത് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം നന്നായിട്ട്. എന്നിട്ട് തുറന്ന് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇനി തുറന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ തുറന്നപ്പോൾ കാണുന്ന കളർ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് അല്ല. വൈറ്റ് നമുക്ക് തോന്നുമ്പോൾ വൈറ്റ് അല്ല ഇത്. ഇപ്പോൾ അടിച്ച് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഇതിനകത്തടിക്കുമ്പോൾ വൈറ്റാണ്, പക്ഷെ നമുക്ക് കാണുമ്പോഴാണ് ഇതിനകത്ത് അടിക്കുമ്പോൾ മൊത്തം വൈറ്റാണ്. അങ്ങനെ അതിനകത്ത് കാണുമ്പോൾ ഒരു പർപ്പിൾ പോലത്തെ ഒരു നിറം. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് പെയിൻ്റ് അടിച്ച് എടുക്കണേ. സാധാരണ സ്പ്രേ പെയിൻ്റ് അടിക്കാറ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് മേടിക്കാനുള്ള ഞാൻ ഓർത്തില്ല സ്പ്രേ പെയിൻ്റ് യൂസ് ചെയ്യണമെന്ന്. ഞാൻ ഈ പെയിൻറ്റ് പോയി മേടിച്ച് അറിയാതെ. ഞാൻ പിന്നെയാണ് അറിഞ്ഞത് സ്പ്രേ പെയിൻറ്റ് പോയി അടിക്കണം, സ്പ്രേ പെയിൻറ്റ് വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെയിൻ്റ് അടിച്ച ഒരു സൈഡ്, ബാക്കും പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ലുക്ക് സൈഡിലത്തെ. ഇപ്പുറത്ത് പെയിൻ്റ് അടിക്കാത്തത്, ഇപ്പുറത്ത് പെയിൻ്റ് അടിച്ചത്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഒഴുകി വരും. അതൊരു വിഷയമാണ്. ഇപ്പോൾ സൈഡിൽ കണ്ട പെയിൻറ്റ് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നത് അതൊരു വിഷയമാണ് ഇപ്പോൾ പെയിൻറ്റ് അടിക്കുമ്പോൾ. ഇനി ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അടിച്ച് ചേർത്തിട്ട് ഇനി സൈഡിലൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഇപ്പോൾ അധികം ലോങ്ങായി പോകാതിരിക്കാനായിട്ട് ഇത്രയും വെച്ച് കട്ട് ചെയ്യുകയാണ്. ബസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്നാലും ബൈ.